വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതിനു മുമ്പ് ഇതേ ചാനലിൽ തന്നെ ഞാൻ 5th ഓൾ സബ്ജക്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SS-ൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്ന് എഴുതണം. ഒന്നാമത്തെ എന്താണ്? ഡെമോക്രസി ഈസ് എ സിസ്റ്റം വെയർ പീപ്പിൾ ആർ ഗവേൺ എയ്തർ ഡയറക്ട്ലി ഓർ ത്രൂ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. എന്താണ് ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ, ഒരു ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ്. എങ്ങനെ? ത്രൂ എലക്ഷൻ അല്ലേ, എലക്ഷൻ നടത്തി നമ്മൾ എന്താണ് ജനപ്രതിനിധികളെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് പീപ്പിൾ വിത്ത് എ ഡയറക്റ്റ് ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേണൻസ്. അതായത് ഭരണകാര്യങ്ങളിൽ എന്താണ് ജനങ്ങൾക്കും സാധാ ജനങ്ങൾക്കും ഗവൺമെൻറ് കാര്യങ്ങളിൽ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്താണ്? സി, ദ ഹെഡ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡൻ്റ്ലി ഡിസൈഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് മാറ്റേഴ്സ് ഇൻ വില്ലേജസ്. ഇതിൽ പറയുന്നത് എന്താണ്? സെൽഫ് ഗവൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് അവർ തന്നെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതും നമ്മുടെ വില്ലേജുകളിൽ പദ്ധതികൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എയും ബിയുമാണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് അത് എടുത്ത് എഴുതാൻ പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഓക്കെ അല്ലേ മക്കളെ? നോക്കൂ. ഇനി ബി ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ നോട്ടീസ് ഗിവൺ റിഗാർഡിംഗ് ദ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ഇൻ ദ കറക്റ്റ് ഓർഡർ അക്കോർഡിംഗ് ടു ദ സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കുടെ സ്കൂളിൽ എന്താണ് പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയാണ് നടത്തേണ്ടത്? സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഓർഡർ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ഇതിൽ കൊടുത്തേക്കുന്നത് എന്താണ്? പബ്ലിക്കേഷൻ ഓഫ് ദി ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്, സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ, പോളിംഗ്, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ സ്കൂൾ പാർലമെൻറ്റ്, വിഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പർ. ഇതിൽ ആദ്യം നടക്കുന്ന കാര്യങ്ങൾ ഏതാണ്? നിങ്ങൾക്കറിയാം ഇലക്ഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, സ്റ്റേജസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നടക്കുന്നത് ആദ്യം നിങ്ങൾ ഓർഡറിൽ എഴുതണം. നോക്കൂ, ആദ്യത്തെ പരിപാടി എന്താണ്? സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ഷന് നിൽക്കുന്നവർ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യണം, നോമിനേഷൻ പേപ്പർ കൊടുക്കണം. രണ്ടാമത്തെ എന്താണ്? സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ. രണ്ടാമത് അവരെന്ത് ചെയ്യും? ആ നോമിനേഷൻ പേപ്പർ സൂക്ഷ്മ പരിശോധന നടത്തും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് സൂക്ഷ്മ പരിശോധന നടത്തും. മൂന്നാമത്തെ എന്താണ്? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ നോമിനേഷൻ പേപ്പർ വിഡ്രോ ചെയ്യാം, വിഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പർ. നാലാമത്തെ എന്താണ്? നാലാമത്തെ പബ്ലിക്കേഷൻ ഓഫ് ദ ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് കാൻഡിഡേറ്റ്സിൻ്റെ ഇലക്ഷൻ നിൽക്കുന്നവരുടെ ഫൈനൽ ലിസ്റ്റ് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. അതിന് നാലാമത്തേന് ശേഷം എന്താണ്? അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? പോളിംഗ്, എലക്ഷൻ നടക്കും അല്ലേ? എലക്ഷൻ നടക്കും. നിങ്ങളിപ്പോൾ കണ്ടതാണ്, അടുത്ത എലക്ഷൻസ് ഒക്കെ വന്നത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പോളിംഗ്, എലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ആയിട്ട് അത് വരും. ആറാമത്തെ പിന്നെ എന്താണ്? അതിനുശേഷം എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എലക്ഷൻ്റെ റിസൾട്ട് അറിയണം അല്ലേ? വോട്ടെണ്ണണം, റിസൾട്ട് അറിയണം. അപ്പോൾ കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. അതിനുശേഷം ഏഴാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ സ്കൂൾ പാർലമെൻറ്റ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂൾ പാർലമെൻറ്റിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് വയ്ക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത് ബിയിൽ പറയും സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. അപ്പോൾ സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ നന്നായിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ.
രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ മക്കളെ. ഇതിലൊരു സിമ്പിളാണ് നൽകിയിരിക്കുന്നത് അല്ലേ. നമ്മൾ സിമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് മാപ്പിൽ എന്തൊക്കെ ലൈൻസ് ഏതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സിമ്പിൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? റെയിൽവേ ലൈൻ, റിവർ, എയർപോർട്ട്, റോഡ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിവർ. ഇതുപോലെ നിങ്ങൾക്ക് റെയിൽവേ ലൈനിൻ്റെ ചോദിക്കാം, എയർപോർട്ടിൻ്റെ ചോദിക്കാം, റോഡിൻ്റെ ചോദിക്കാം, ഏതിൻ്റെ വേണമെങ്കിലും സിമ്പിൾസ് നിങ്ങൾ ചോദിക്കാം. അപ്പം നിങ്ങൾ സിമ്പിൾസ് എന്നുള്ള ഭാഗം എന്താണ്, മാപ്പിൻ്റെ സിമ്പിൾസ് എന്തിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളത് നന്നായി പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ചോദിച്ചത് എന്താണ്? റിവറിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് റിവറാണ്. അപ്പോൾ ഇതുപോലെ ഏത് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾസ് ചോദിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ബി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്നത് എന്താണ്, സി എന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഭാഗം എന്താണ്? എ എന്ന് പറയുന്നത് എന്താണെന്ന് അടയാളപ്പെടുത്തുക, ബി എന്ന് പറയുന്നത് എന്താണെന്ന് അടയാളപ്പെടുത്തുക, സി എന്ന് പറയുന്നത് എന്താണെന്ന് അടയാളപ്പെടുത്തുക. അതിലിവിടെ ചോദിച്ചിട്ടുണ്ട്, ദ ലൈൻ ലേബിൾഡ് എ ഇൻ ദ ഫിഗർ ഡിവൈഡ് ദ എർത്ത് ഇൻ ടു 2 ഹെമിസ്ഫിയർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ലൈൻ? 2 ഹെമിസ്ഫിയർ ആയിട്ട് 2 അർദ്ധഗോളങ്ങളെ പോലെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 അർദ്ധഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഹെമിസ്ഫിയേഴ്സ് ആയിട്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ലൈൻ? ഈ ലൈനിനെ പറയുന്ന പേരെന്താണ്? അതായത് ഈ ലൈനിനെ പറയുന്ന പേരെന്താണ്? ഇതാണ് എ ആയിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരെന്താ? 2 ഗോളങ്ങളായിട്ട് ഇതിനെ കട്ട് ചെയ്ത 2 ഗോളായിട്ട് മാറില്ലേ. അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്താ? ഇക്വേറ്റർ. എന്താ മക്കളെ പറയുന്നത്? ഇക്വേറ്റർ. എന്താണ്? ഇക്വേറ്റർ. ബി നോക്കൂ. ബി ആൻഡ് സി ആർ 2 ഹെമിസ്ഫിയേഴ്സ്. വിച്ച് ഹെമിസ്ഫിയർ ഇസ് ബി ആൻഡ് വിച്ച് ഹെമിസ്ഫിയർ ഇസ് സി? ബി ഏതാണ്, സി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ഏതാണ്? ബി നോർത്തേൺ ഹെമിസ്ഫിയർ. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിക്കണം, എഴുതിയും പഠിക്കണം കേട്ടോ, സ്പെല്ലിംഗ് ഒക്കെ. നോർത്തേൺ ഹെമിസ്ഫിയർ. എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. സി എന്താണ്? സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ നടുക്ക് കാണുന്ന 2 ഗോളാക്കി തിരിക്കുന്നത് എന്താണ്? ഇക്വേറ്റർ. ഇതെന്താണ്? നോർത്ത് അല്ലേ. ഇത് നോർത്ത് ഭാഗവും ഇത് സൗത്ത് ഭാഗവുമാണ് അല്ലേ. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയർ, ഇതെന്താണ്? സൗത്തേൺ ഹെമിസ്ഫിയർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ഇമാജിനറി ലൈൻസ് vertical and horizontal line used to determine the location of place on earth? What is the name given to the imaginary lines vertical and horizontal lines? എന്തെന്നാ പറയുന്നത്? ഇമാജിനറി ലൈൻസിന് എന്താണ്? ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Democracy is not just a form of government but also a way of life. ഡെമോക്രസി എന്ന് പറയുന്നത് ജസ്റ്റ് ഗവൺമെൻറ് ഫോം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് ഓൾസോ വേ ഓഫ് ലൈഫ്, ലൈഫിൻ്റെ ഒരു പദ്ധതി കൂടി ആണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് 4 ഇൻസ്റ്റൻസ് ദാറ്റ് പ്രൊവൈഡ് ഡെമോക്രസി ഈസ് എ വേ ഓഫ് ലൈഫ്. എങ്ങനെയൊക്കെയാണ്? ഒന്നെന്താണ്? നമ്മളിങ്ങനെ ഒബേ ട്രാഫിക് റൂൾസ്. നമ്മൾ എന്ത് ചെയ്യണം? ട്രാഫിക് റൂൾസൊക്കെ പാലിക്കണം അല്ലേ, ഒബേ ട്രാഫിക് റൂൾസ്. പിന്നെ എന്താണ്? കീപ് പബ്ലിക് പ്ലേസ് ക്ലീൻ. അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്താണ്? കീപ് പബ്ലിക് പ്ലേസ് ക്ലീൻ. കീപ്സ് പബ്ലിക് പ്ലേസസ് ക്ലീൻ. ഇങ്ങനെയുള്ള ഒരു 4 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം. മനസ്സിലായോ? ഒബേ ട്രാഫിക് റൂൾസ്, കീപ് പബ്ലിക് പ്ലേസസ് ക്ലീൻ. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. വൈ വെർ യു നോട്ട് ഏബിൾ ടു വോട്ട് ഇൻ ദ ജനറൽ ഇലക്ഷൻ? അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? ജനറൽ ഇലക്ഷനിൽ, അതായത് ജനറൽ ഇലക്ഷനിൽ നിങ്ങൾ വോട്ടിൽ പങ്കെടുക്കുക. നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നതിലെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ജനറൽ ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, അല്ലാതെ എന്താണ് നമ്മുടെ അല്ലേ MP ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ, MLA ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ജനറൽ ഇലക്ഷൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ട അവിടെ? ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത? നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? നിങ്ങൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ എത്ര വയസ്സ് വേണം? 18 വയസ്സ് വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? നോട്ട് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ് അല്ലേ. നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ല അല്ലേ.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇത് പങ്കെടുക്കാൻ പറ്റാത്തത്. അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യനായിട്ട് ഇത് ചോദിക്കാം, നിങ്ങൾക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന വയസ്സ് എത്രയാണ്, വോട്ട് ചെയ്യാൻ പറ്റുന്ന വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 18ആണ്. ഇപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ല. ഓക്കെ അല്ലേ മക്കളെ? ആക്ടിവിറ്റി 4. ഹൗ വെയർ വീൽസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആൻഷ്യൻറ്റ് ടൈംസ്? പണ്ട് കാലത്ത് നമ്മൾ ഗതാഗതത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് എങ്ങനത്തെ വീൽസാണ്, എങ്ങനെയാണ് വീൽസ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എഴുതുക? എങ്ങനെയൊക്കെയാണ്? ആദ്യം എങ്ങനെയായിരുന്നു? മനുഷ്യർ തന്നെ ഇങ്ങനെ വലിച്ചു കൊണ്ട് പോവുമായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു പേജിൽ പിക്ചർ ഉണ്ടല്ലേ, ഹ്യൂമൻ പുള്ളഡ് ദ കാർട്ട് എക്യുപ്പൈഡ് വിത്ത് വീൽസ്. ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ സ്വയം വലിച്ചുകൊണ്ട് പോവായിരുന്നു വീൽസ് അല്ലേ, വിത്ത് വീൽസോടുകൂടി അല്ലേ. ഹ്യൂമൻ പുൾ ദ കാർട്ട്സ് എക്യുപ്പൈഡ് വിത്ത് വീൽസ്. രണ്ടാമതോ പിന്നെന്തായി? മനുഷ്യൻ വലിച്ചതിന് ശേഷം പിന്നെ വന്ന പുരോഗമനം എങ്ങനെയായിരുന്നു? ആനിമൽസ് വലിക്കാൻ തുടങ്ങി അല്ലേ. ആനിമൽസ് വെയർ, ഈ വീൽസ് ആനിമൽസ് വലിക്കാൻ തുടങ്ങി. ആനിമൽസ് വെയർ യൂസ്ഡ് ടു എന്താണ്? യൂസ്ഡ് ടു പുൾ ദ കാർട്ട്സ് വിത്ത് വീൽസ്. അങ്ങനെയാണ് അല്ലേ ആദ്യകാലങ്ങളിൽ ഈ വീൽസ് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തി. ആദ്യം മനുഷ്യർ തന്നെ വലിക്കുകയായിരുന്നു, പിന്നീട് എന്താണ് ആനിമൽസ് വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബി എന്താണ്? വാട്ട് ആർ ദ മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വി യൂസ് ടുഡേ? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് അല്ലേ, ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. പിന്നെയോ വാട്ടർ ട്രാൻസ്പോർട്ട്, വെള്ളത്തിൽ കൂടെ അല്ലേ, ജല ഗതാഗതം അല്ലേ, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. പിന്നെയോ എയർ ട്രാൻസ്പോർട്ട്, എയറോപ്ലെയിനിലൊക്കെ കയറിയിട്ടല്ലേ എയർ ട്രാൻസ്പോർട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ വിമാനത്തിൽ കയറാനൊക്കെ? ആരൊക്കെ കയറിയിട്ടുണ്ട് എയറോപ്ലെയിനിൽ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അടുത്തത് ആക്ടിവിറ്റി 5. ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ അനലൈസിങ് ദ ഫോളോയിങ് ഫീച്ചർ. താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടാണെന്ന് നിങ്ങൾ എഴുതണം. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, നമ്മൾക്ക് 3 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് അല്ലേ. ജലം ഗതാഗതം അല്ലേ, ജലഗതാഗതം, പിന്നെന്താണ് കരമാർഗം, പിന്നെന്താണ് എയർ ട്രാൻസ്പോർട്ട് അല്ലേ. ഇനി നോക്കൂ, ഒന്നാമത്തെ എന്താണ്? ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ക്യാൻ ക്യാരി മോർ പീപ്പിൾ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരുപാട് ആൾക്കാരെയും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ മാർഗം ഏതിലൂടെയാണ്? കരമാർഗമാണ് അല്ലേ. കരമാർഗമല്ല, എന്താണ്? റെയിൽ. കരയിൽ തന്നെയുള്ള ലാൻഡ് ട്രാൻസ്പോർട്ടിൽ തന്നെയാണ് ഇത് റെയിൽ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് കുറേ ആൾക്കാരെയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയത് ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ടാണ് അല്ലേ. അത് ലാൻഡ് ട്രാൻസ്പോർട്ടിൽ തന്നെയാണ് ഇത് റെയിൽ ട്രാൻസ്പോർട്ടും റോഡ് ട്രാൻസ്പോർട്ടും. അപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കുറേ ആൾക്കാരെയും കൊണ്ട് എന്താണ് ചീപ്പസ്റ്റ് ഇതിൽ പോകാൻ കഴിയുന്നത്. ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ് പൊല്യൂട്ടിങ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലെസ് പൊല്യൂട്ടിങ് ആയിട്ടുള്ളത് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ട്. ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ട്. മൂന്നാമത്തെ, ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. പെട്ടെന്ന് എത്താൻ. ഇപ്പോൾ നമ്മൾ ഗൾഫിനൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കക്കൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ട്രെയിനിൽ പോയാൽ എത്തുമോ? ഇല്ല. അപ്പോൾ പെട്ടെന്ന് വേഗം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ട്രാൻസ്പോർട്ട് വഴി പോകണം? എയർ ട്രാൻസ്പോർട്ട് അല്ലേ, ആകാശമാർഗം അല്ലേ. എയർ ട്രാൻസ്പോർട്ട്, എയറോപ്ലെയിൻ വഴി പോകണം. അപ്പോൾ എയർ ട്രാൻസ്പോർട്ടാണ്. ഇനി നാലാമത്തെ നോക്കൂ, ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. എല്ലാവർക്കും കഴിയുന്നത് അല്ലേ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ കഴിയുന്നത് ഏത് മാർഗമാണ്? ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ടാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? റെയിൽ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ, റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള 2 ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്?
എന്തൊക്കെയാണ്? ഒന്നെന്താണ്? വാഹനങ്ങൾ ഒരുപാട് കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, അതുപോലെ എയർ പൊല്യൂഷൻ ഉണ്ടാവും, അതിൻ്റെ പുകയൊക്കെ വന്നിട്ട്. അപ്പം അല്ലേ, അപ്പോൾ ഒരു ബസ്സിൽ നിറയെ ആൾക്കാർ കൂടി പോകുന്നതാണോ? ഈ ഓരോ ബസ്സിലുള്ള ഓരോ ആൾക്കാർ ഓരോ വണ്ടിയും കൊണ്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് പൊല്യൂഷൻ കുറവ് അല്ലേ? ഒരു ബസ്സിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരു വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ 10 വണ്ടിയിൽ നിന്നുള്ള പുക എന്താണ്, നമുക്കുടെ അന്തരീക്ഷത്തിൽ വന്നിട്ട് അത് പൊല്യൂട്ടഡ് ആവും അല്ലേ? അതേസമയം 10 പേര് ഒരു വണ്ടിയിൽ തന്നെയാണെങ്കിലോ ആകെ ഒരു വണ്ടിയിൽ നിന്നുള്ളതാ വരുന്നുള്ളൂ അല്ലേ? അപ്പം നോയിസ് പൊല്യൂഷൻ ആൻഡ് എയർ പൊല്യൂഷനും എന്താണ്, ക്യാൻ ബി റെഡ്യൂസ്, നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? 10 എന്നുള്ളത് എന്തായി, 1 മാറി അല്ലേ? ക്യാൻ ബി റെഡ്യൂസ്ഡ്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ, മക്കളെ? അപ്പോൾ നോയിസ് പൊല്യൂഷനും ആൻഡ് എയർ പൊല്യൂഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ രണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, നോയിസ് പൊല്യൂഷനും എയർ പൊല്യൂഷനും നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആക്ടിവിറ്റി 6, അതായത് താഴെ എന്താണ് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു സ്കൂളിൻ്റെ എന്താണ് സ്കൂളിലെ ബസ് എന്താണ്, the picture given below shows the places where the school bus of Venmani Government UP School dropped off the children after school time. Looking at the picture, identify and write in which direction each child is ഡ്രോപ്ഡ് ഓഫ്. എന്താ ചോദിച്ചിരിക്കുന്നത്, താഴെ ആ ഒരു സ്കൂളിലെ കുട്ടികളെ സ്കൂൾ ടൈമിന് ശേഷം ഡ്രോപ്പ് ചെയ്തു, സ്കൂൾ ബസ്സിൽ ഡ്രോപ്പ് ചെയ്തു അല്ലേ? സ്കൂൾ ബസ്സിൽ വന്ന കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ കുട്ടികളെയും ഇറക്കിയ ഡയറക്ഷൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്. നോക്കൂ, ആദ്യത്തെ ഇതെന്താണ്, സുമിത്ര ആൻഡ് 3 ഫ്രണ്ട്സ്. ഒന്നാമത്തേൽ സുമിത്ര ആൻഡ് 3 ഫ്രണ്ട്സ്. സുമിത്രയും അവളുടെ ഫ്രണ്ട്സും ഇറങ്ങിയത് എവിടെയാണ്, ഏത് ഡയറക്ഷനിലാണ്? ഇത് ഏത് ഡയറക്ഷനാണ്? വെസ്റ്റ് അല്ലേ? ഏത് ഡയറക്ഷനാണ്? വെസ്റ്റ്. നമ്മൾ ഡയറക്ഷൻസ് പഠിച്ചു വയ്ക്കുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഡയറക്ഷൻസ് നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ സുമിത്രയും അവളുടെ ഫ്രണ്ട്സും ഇറങ്ങിയത് എവിടെയാണ്? വെസ്റ്റ്. ബാബു ആൻഡ് 2 ഫ്രണ്ട്സ്. ബാബുവും 2 ഫ്രണ്ട്സും എവിടെയാണ് ഇറങ്ങിയത്? നമ്മൾ പറഞ്ഞിട്ട് എവിടെയാണ്? ഈസ്റ്റ്. എവിടെയാണ്? ഈസ്റ്റിൽ. ഇനി അടുത്തത് ഏതാണ്? അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത്? ഫർഹാൻ ആൻഡ് 5 ഫ്രണ്ട്സ്. ഫർഹാനും അവൻ്റെ 5 ഫ്രണ്ട്സും എവിടെയാണ്? നോർത്തിൽ അല്ലേ? ഫർഹാനും അവൻ്റെ 5 ഫ്രണ്ട്സും ഇറങ്ങിയത് എവിടെയാണ്? നോർത്തിൽ. അപ്പോൾ ഡയറക്ഷൻസ് എല്ലാവരും നന്നായി നോക്കിയിട്ട് പോവുക. ഏതൊക്കെയാണ്? ഏതാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഡയറക്ഷൻസ് നന്നായി പഠിച്ചിട്ട് പോകണം കേട്ടോ എല്ലാവരും. ഓക്കെ, ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് വെൺമണി ഗവൺമെൻറ് UP സ്കൂൾ ലൊക്കേറ്റഡ്? ഇവിടെ എവിടെയാണ് വെൺമണി UP സ്കൂൾ ഉള്ളത്? എവിടെ? സ്കൂൾ ഇവിടെയാണ് അല്ലേ? അപ്പോൾ സ്കൂൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? ഏത് ഡയറക്ഷനിലാണ്? സൗത്ത്. സ്കൂൾ ഏത് ഡയറക്ഷനിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സൗത്തിലാണ്. ഇനി വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ? ഡയറക്ഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് നമ്മുടെ ഡയറക്ഷൻസ് നോക്കാൻ വേണ്ടി എന്ത് ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? കോമ്പസ് മനസ്സിലായോ? അല്ലെങ്കിൽ മറൈനേഴ്സ് കോമ്പസ്, നാവികരൊക്കെ ഉപയോഗിക്കുന്ന കോമ്പസ്, മറൈനേഴ്സ് കോമ്പസ്, അങ്ങനെ എഴുതിയാലും മാർക്ക്. ആക്ടിവിറ്റി 7. ആക്ടിവിറ്റി 7 എന്താ ചോദിച്ചിരിക്കുന്നത്? ഓൺ ദ ഗിവൺ മാർക്ക് ദ ഫോളോയിങ്. ഞാൻ താഴെ മാപ്പ് നൽകിയിട്ടുണ്ട്, അതിൽ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എയിൽ എന്താ തന്നിരിക്കുന്നത്? കൊച്ചി പോർട്ടാണ് തന്നിരിക്കുന്നത്. കൊച്ചി പോർട്ട് എവിടെയാണ്? കൊച്ചി പോർട്ട് എറണാകുളത്താണ് അല്ലേ? അപ്പോൾ എറണാകുളം ഇവിടെയാണ് വരുന്നത്. എറണാകുളം, അതായത് കൊച്ചി പോർട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തുക, എ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുക. എ, കൊച്ചി പോർട്ട് എറണാകുളത്താണ്. എ. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ബി, വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് എവിടെയാണ്? ട്രിവാൻഡ്രം, തിരുവനന്തപുരത്താണ് അല്ലേ? അപ്പോൾ ബി ഇവിടെയാണ് വരുന്നത്, തിരുവനന്തപുരം. ബി, മനസ്സിലായോ? ഇനി ട്രിവാൻഡ്രം, വിഴിഞ്ഞം പോർട്ട്. കൊച്ചി പോർട്ട് എവിടെയാണ്? എറണാകുളത്താണ്. എ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ട്രിക്ട് വിത്ത് എയർപോർട്ട്. ഡിസ്ട്രിക്ട്സും എയർപോർട്ടും എഴുതാനാണ് പറയുകയാണ്. എവിടെയൊക്കെയാണ് എയർപോർട്ട് ഉള്ളത്? ട്രിവാൻഡ്രം, തിരുവനന്തപുരത്തുണ്ട്. പിന്നെ എവിടെയാണ്? എറണാകുളമുണ്ട്. പിന്നെയോ മലപ്പുറം. പിന്നെ എവിടെയാണുള്ളത്? കോഴിക്കോട്. പിന്നെ എവിടെയാണ്? കോഴിക്കോട്. പിന്നെ എവിടെയാണ്?
അതെവിടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ കണ്ണൂർ. അപ്പോൾ എയർപോർട്ടുകളുടെ ഇത് തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ എല്ലാവർക്കും. ഓൾ ദ ബെസ്റ്റ്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദെൻ സീ യു അഗൈൻ. താങ്ക് യു.